ഹായ് എവരിവൺ. അപ്പം എനിക്കിന്ന് കുറച്ചധികം വെളുത്തുള്ളി കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 100 ഗ്രാം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ കടുക് പൊട്ടിച്ചു കേട്ടോ. നല്ലെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ നാളെ ഇരിക്കും, പക്ഷെ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കടുക് പൊട്ടിയതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനൊപ്പം തന്നെ നമുക്ക് വേപ്പിലയും ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നേരത്തെ തൊലി കളഞ്ഞ് മാറ്റി വെച്ച ഉള്ളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നേരത്തെ മാറ്റി വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നന്നായി പച്ചമണം മാറണ വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ നന്നായി മൂത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ.